മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് നിലമ്പൂർ UDF കൺവെൻഷനിൽ നേതാക്കൾ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ മലപ്പുറത്തെ അവഹേളിച്ച് മുഖ്യമന്ത്രി ചതിപ്രയോഗം നടത്തിയെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. പൂരം കലക്കി BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതും പിണറായിയാണ്. പാണക്കാട് തങ്ങളെ വരെ മുഖ്യമന്ത്രി അവഹേളിച്ചെന്നും KC ആരോപിച്ചു. ചതി എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 150 കിലോ സ്വർണവും 123 കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു. ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് എന്ന് മലപ്പുറം ജില്ലയെന്ന് പറയുന്ന ഈ നാട്ടിലെ കേരളത്തിന്റെ 14 ജില്ലകളിലെ പോലെ തന്നെ 13 ജില്ലകളെ പോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയെ സംശയത്തിന്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? നൂറിലേറെ സീറ്റ് നേടി 2026 UDF അധികാരത്തിൽ വരുമെന്ന് VD സതീശൻ പറഞ്ഞു. അൻവറിനെ കുറിച്ച് ഒരക്ഷരം പറയാതെയാണ് നേതാക്കൾ സംസാരിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ നൽകുന്ന ആര്യാടൻ ഷൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു. 2026 100-ലധികം സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക്